പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളതെന്ന് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ഇടയ്ക്ക് ഇങ്ങനെയുള്ള പർച്ചേസിങ് വീഡിയോ ഒക്കെ ഇടാറുണ്ടല്ലോ. കുറേ നാളായി ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ചിലർക്കെങ്കിലും ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ടൈപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. ഇന്ന് വലിയ വെറൈറ്റി ഉള്ള സാധനങ്ങളൊന്നുമില്ല, കോമൺ ആയിട്ട് എല്ലാവരും വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ടല്ല കേട്ടോ ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ കരുതി ഇങ്ങനെ ലിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് പോയി വാങ്ങിച്ച കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ. കുറേ ഐറ്റംസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ ഇന്ന് ഞാൻ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഒരു ഐറ്റം കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്കിതിന് മുന്നേ ഈ ഡ്രസ്സിൽ നമ്മൾ ഫ്രാഗ്രൻസ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കംഫർട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഞാൻ കംഫർട്ടാണ് യൂസ് ചെയ്തിട്ടിരുന്നത്, ബ്ലൂ കളർ കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസമൊക്കെ ടി വിയിൽ ഉജാലയുടെ പരസ്യം കണ്ടു, ഉജാലയുടെ ഇതുപോലെ ഫാബ്രിക് സോഫ്റ്റ്നറിൻ്റെ ഒരു പരസ്യം കണ്ടു. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഉജാല യങ് ആൻഡ് ഫ്രഷ് എന്നാണ് ഐറ്റത്തിൻ്റെ പേര്. ഉജാലയുടെ തന്നെ സോപ്പ് പൊടിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 58 രൂപയാണ്. 210 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. കംഫർട്ടും സെയിം റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. കംഫർട്ടിന് തന്നെ 3-4 ഫ്രാഗ്രൻസ് ഡിഫറെൻറ്റ് ഫ്രാഗ്രൻസ് ഉണ്ട്. ഉജാലയ്ക്ക് ഇപ്പോൾ അവിടെ കണ്ടത് 2 ഉള്ളൂ. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ബ്ലൂ ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്, ഈ ഒരു കളറാണ് കേട്ടോ ഇതിന്. നിങ്ങൾ ആരെങ്കിലും അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് സ്പ്രേ അടിക്കാനൊന്നും താല്പര്യമില്ല, പെർഫ്യൂമുകൾ യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡ്രസ്സിൽ വാഷ് ചെയ്യുന്ന ടൈമിൽ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഇത് എൻ്റെ ഇടയ്ക്ക് തന്നെ ടോപ്പ് ലോഡാണ്. അപ്പോൾ വാഷ് ചെയ്യുന്ന പൗഡർ ഇടുന്ന അതിൻ്റെ സൈഡിൽ തന്നെ ഇത് ഒഴിക്കാനുള്ളൊരു ഏരിയയും കൂടി ഉണ്ട്. ഇനി നിങ്ങൾ ബക്കറ്റ് വാഷാണ് സാധാ രീതിയിലാണ് വാഷ് ചെയ്യണമെങ്കിലും നിങ്ങൾ തുണി അലക്കി കഴിഞ്ഞിട്ട് അലമ്പൂല്ലോ, ക്ലീൻ ചെയ്യുമല്ലോ എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിലേക്ക് ആ സമയത്ത് ഒരു അടപ്പ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് തുണികളെല്ലാം മുക്കി വയ്ക്കുകയാണെങ്കിൽ ഡ്രസ്സിന് നല്ലൊരു സ്മെല്ലായിരിക്കും. നിങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾക്ക് ആ സെയിം സ്മെല്ലായിരിക്കും. വേർത്താലും ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഫീൽ ചെയ്യില്ല. വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. മെഷീൻ വാഷിലാണെങ്കിലും ആ സോപ്പ് പൊടി ഇടുന്ന ടൈമിൽ തന്നെ, അല്ലെങ്കിൽ ലിക്വിഡ് ഒഴിക്കുന്ന ആ ടൈമിൽ തന്നെ നമുക്ക് ഇതും ഒഴിക്കാനുള്ളൊരു ഓപ്ഷൻ സാധാരണ വാഷിംഗ് മെഷീനിലുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചു കേട്ടോ. നല്ലൊരു അടിപൊളി സാധനം. സ്കൂളിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും യൂണിഫോമിലൊക്കെ മുക്കി ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യും. ഓടിക്കളിച്ചാലും വേർത്താലും ഒന്നും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഇതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോണെയാണ്. സ്മെല്ലൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ലാസ്റ്റ് ചെയ്യുമെന്നുള്ളത് പറയാം. കംഫർട്ടാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ്. ഓക്കെ, ദെൻ ഞാൻ വെറൈറ്റി ആയിട്ട് വാങ്ങിച്ച നെക്സ്റ്റ് ഒരു പ്രൊഡക്റ്റാണ് ധാത്രിയുടെ ഈ ഒരു ഫേസ് വാഷ്. 15 രൂപയുള്ളൂ കേട്ടോ. ഞാൻ നമ്മളുടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇതുപോലെ നീം ഫേസ് വാഷ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ മാറ്റിയാണ് ഫേസ് വാഷുകൾ യൂസ് ചെയ്യുന്നത്. സെയിം ഒരു കമ്പനി തന്നെ അല്ലെങ്കിൽ സെയിം ഒരേ ഇത് യൂസ് ചെയ്യാറില്ല. ഇതിന് 15 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഹിമാലയയുടെ എന്ന വ്യത്യസ്തമായിട്ട് ധാത്രിയുടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ച് നോക്കിയതാണ്. എന്ത് സാധനം വാങ്ങുമ്പോഴും അതിൻ്റെ ചെറിയ പാക്കറ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് വലിയതിലേക്ക് കടക്കുന്നതായിരിക്കും നല്ലത്. ഇതെങ്ങാനും നമ്മുടെ ഫേസിന് പറ്റിയില്ലെങ്കിൽ പിന്നെ വെറുതെ വലുത് വാങ്ങിച്ചിട്ട് കളയണ്ടല്ലോ. അങ്ങനെ ഒരു ചോട്ടൂസ പാക്കാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിമ്പിൾ ക്ലിയർ നീം ഫേസ് വാഷ്, നീം തുളസി ഇന്ത്യൻ അലോ ഫോർ ക്ലിയർ പിമ്പിൾ ഫ്രീ സ്കിൻ, ഫ്രീ ഫ്രം പാരബിൻ ആൻഡ് സിലിക്കോൺസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ധാത്രിയുടെ പ്രൊഡക്റ്റുകളൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ ഇതിൻ്റെ റിവ്യൂ. എനിക്ക് ദൈവം സഹായിച്ചിട്ട് അങ്ങനെ പിമ്പിൾസ് കാര്യങ്ങളൊന്നുമില്ല. ഹായ്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. ഇത് തുറന്നിട്ട് പോലും ഇല്ല ഞാൻ, നല്ല സ്മെല്ലുണ്ട്. ഈ സ്മെല്ല് എനിക്ക് എവിടെയോ
ഇതെവിടെയോ നല്ല പരിചയമുള്ള സ്മെല്ല്. എന്തായാലും കൊള്ളാം. ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാട്ടോ. ഇത് സ്കിന്ന് ഡ്രൈ ആക്കുമെങ്കിൽ നമുക്കിത് പറ്റുന്നതല്ല എന്നുള്ളതാണ്. എന്തായാലും ചെക്ക് ചെയ്തിട്ട് പറയാം. ഇതാണ് ഫസ്റ്റത്തെ പ്രൊഡക്റ്റ്, ധാത്രിയുടെ പിമ്പിൾ ക്ലിയർ ഫേസ് വാഷ്. ഓക്കെ, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും, കൃഷ്ണ തുളസി. എനിക്ക് ഒരു 2 ആഴ്ചയായിട്ട് നല്ല ത്രോട്ട് പെയിനും ചുമയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് റിലീഫ് കിട്ടുന്നത് ഈ കൃഷ്ണ തുളസി കഴിക്കുമ്പോഴാണ്. ഇതിൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടി ഞാൻ ഉപയോഗിക്കും, അതും വാങ്ങിച്ചിട്ടുണ്ട്, ഏലാദിലേഹ്യം. ഏലാദിലേഹ്യം 3 നേരമാണ് കഴിക്കുന്നത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുടിക്കാറുണ്ട്. ചുമയുടെ കാഠിന്യം അനുസരിച്ചിട്ടാണ് കുടിക്കാറ്. ഇത് രണ്ടും നല്ല പ്രൊഡക്റ്റാണ്. നമ്മളിങ്ങനെ പണ്ട് മുതൽ കണ്ടുവന്ന സാധനങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ എനിക്ക് അലർജി ഉള്ളത് കൊണ്ട് തന്നെ ഇത് മിക്കവാറും ഇവിടെ കാണും എപ്പോഴും. അപ്പം നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കൊടുക്കുക കേട്ടോ. അപ്പം ഇത് രണ്ടും മഴക്കാലത്തും പിന്നെ ക്ലൈമറ്റ് ഇപ്പോൾ തണുപ്പ് തുടങ്ങിയല്ലോ, ഈ ഒരു ടൈം ആകുമ്പോൾ ഇതെനിക്ക് കൂടുതലും ഉപയോഗം വന്ന സാധനമാണ്. അപ്പം ഇത് രണ്ടും വാങ്ങിച്ചേ. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയ സാധനം ഞാൻ ഒരു സിപ്പ് എടുത്തിട്ടുള്ളൂ. ഇത് പാലാഴിയുടെ മാംഗോ ലസ്സിയാണ്. അതായത് പാലാഴി എന്ന് പറയുന്ന ഒരു കട്ടത്തൈര് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മളുടെ ഈ ഏരിയയിലൊക്കെ അത് ഭയങ്കര ഫേമസ് ആണ്. അവരുടെ സ്റ്റാർട്ട് ചെയ്ത ടൈം മുതൽ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ പുതിയ പ്രൊഡക്റ്റാണ് മാംഗോ ലസ്സി. പക്ഷെ ലസ്സി ഞാനിതുവരെ കുടിച്ച് നോക്കാത്തതുകൊണ്ട് ഇത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാംഗോയുടെ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ആദ്യമായിട്ട് കുടിച്ചു പോകണോണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ കുടിച്ച് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാ. 20 രൂപയുള്ളൂ. അപ്പോൾ മൂവാറ്റുപുഴ പെരുമ്പാവൂർ ഏരിയയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. മൂവാറ്റുപുഴയിൽ നിന്ന് ഇങ്ങോട്ട് പെരുമ്പാവൂർ വരുന്ന ഈ സൈഡിലേക്കൊക്കെ ഉള്ള ഷോപ്പുകളിൽ മിക്കവാറും കാണും. ഇതിപ്പോൾ ഞാൻ മണ്ണൂർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. പാർക്കിൽ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. മാംഗോ ലസ്സി കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. ഞാനിത് ലസ്സി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കറിയില്ല, എനിക്കിഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് കർപ്പൂരാതി ചൂർണം. ഇത് ചുമയ്ക്ക് നല്ലതെന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ് കേട്ടോ. ഇത് തേനിൽ ചാലിച്ച് കഴിക്കാൻ പറഞ്ഞിട്ട്. അപ്പം ചുമയുമായിട്ട് ബന്ധപ്പെട്ട 1-2 സാധനങ്ങളുണ്ട്. എനിക്ക് ഡ്രൈ കഫ് അല്ല, പക്ഷെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ചുമയാണ്. അത് മാറിയിട്ടില്ല ഇതുവരെയായിട്ടും. 2 ആഴ്ചയായി. ഞാൻ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തായിരുന്നു. എനിക്ക് ചുമയുടെ മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും വിറയലും എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് എനിക്ക് ചുമ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതിപ്പോൾ പുതിയതാണ് കേട്ടോ, കർപ്പൂരാതി ചൂർണം. ഇത് പുതിയൊരു ഐറ്റം. ഇത് കഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അഭിപ്രായം പറയാം കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ബ്രഷാണ്. ഓയിൽ ഒക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയൊരു ഇഡ്ഡലി പാത്രം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല, ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഒരു ചോട്ടൂസ ഇഡ്ഡലി പാത്രം. എനിക്കെല്ലാം കുഞ്ഞു സാധനങ്ങളാണ് ഇഷ്ടം. അപ്പോൾ ആ ഇഡ്ഡലി പാത്രത്തിൽ എണ്ണ തൂക്കാനൊക്കെ ആയിട്ടേ എൻ്റെ കയ്യിൽ ബ്രഷ് പോയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു സിലിക്കൺ ബ്രഷ് വാങ്ങിച്ചു. അപ്പോൾ ലാസ്റ്റ് ചെയ്തോളൂ, നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്യാം ഊരിയൊക്കെ. അപ്പോൾ ഇത് ഈസി ആണല്ലോ എന്ന് കരുതിയിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇഡ്ഡലി പാത്രം വാങ്ങിച്ചത് കൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വാങ്ങിച്ചൊരു സാധനമാണ് ഇത്. ഇഡ്ഡലി പാത്രം വാങ്ങിച്ചാൽ ലുലുമാളിൽ നിന്നാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യാതെ, ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല, അത് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ചെറിയ പാത്രങ്ങളൊക്കെ എനിക്കിഷ്ടം. പെരേർ താമസം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ പാത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും നമുക്കിങ്ങനെ പാത്രത്തോടെ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു ആക്രാന്തമാണ്. അത് കുടുംബിനി ആയി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതല്ല കേട്ടോ, അതിന് മുന്നേയും ഉണ്ട്. എനിക്കിങ്ങനെ കുഞ്ഞി പാത്രങ്ങൾ എനിക്ക്. പിന്നെ എൻ്റെ ഒരു വീക്ക്നെസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കപ്പാണ്. ചായ കുടിക്കുന്ന മഗ്ഗുകളില്ലേ, അതെന്തോരം കിട്ടിയാലും എന്തോരം വാങ്ങിച്ചാലും മതിയാവില്ല. എനിക്കിങ്ങനെ ഞാൻ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് പാത്രങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്കിഷ്ടം. മഗ് അല്ലെങ്കിൽ പ്ലേറ്റ്, സ്റ്റീലിൻ്റെ ഗ്ലാസ്, അതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനായിരിക്കും ഇഷ്ടം. അതാകുമ്പോൾ ഇങ്ങനെ ഇരിക്കുമല്ലോ കുറേ നാൾ, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ ഡെയിലി, അതുകൊണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രം വാങ്ങിച്ചത് കൊണ്ട് മാത്രം വാങ്ങിച്ചൊരു സാധനമാണ് ഈ ഓയിൽ ബ്രഷ്. ദെൻ ഇനിയൊക്കെ സാധാ സാധനങ്ങളാണ് കേട്ടോ, എല്ലാവരും വാങ്ങുന്ന ടൈപ്പ് സാധനങ്ങളാണ്. എനിക്കിങ്ങനെ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു സോപ്പ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ല. എല്ലാം മാറി മാറി ഉപയോഗിക്കണം. സെയിം സ്മെല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്കൊരു സ്മെല്ല് തന്നെ എനിക്കിഷ്ടമല്ല. എൻ്റെ മൂഡ് അനുസരിച്ച് സ്മെല്ലിൻ്റെ ചിലപ്പോൾ എനിക്ക് നല്ല
ഇപ്പോൾ പുതിയൊരു സ്പ്രേ വാങ്ങിച്ചാൽ അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടായിരിക്കും വാങ്ങിക്കുന്നത്. എൻ്റെ മൂഡ് അനുസരിച്ച് ചിലപ്പോൾ എനിക്ക് ആ സ്മെല്ല് ഇഷ്ടപ്പെടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ സാധനങ്ങളും ഫ്രാഗ്രൻസ് ഉള്ള സാധനങ്ങളെല്ലാം ഞാൻ ചേഞ്ച് ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഇന്ന് ഇത് ആദ്യമായിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഈ സോപ്പ്. ഈ സന്തൂറിൻ്റെ ഈ ഒരു കളറ്. മറ്റേത് നമ്മൾ ഓറഞ്ച് കളർ ഒരു കവറല്ലേ വാങ്ങിക്കാറ് സാൻഡലിൻ്റെ. ഇത് സാൻഡൽ ആൻഡ് ആൽമണ്ട് മിൽക്ക്. നല്ല സ്മെല്ലുണ്ട്. എനിക്ക് സ്മെല്ല് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അങ്ങനെ വാങ്ങിച്ചതാണേ. എനിക്ക് നോർമലി എനിക്ക് എപ്പോഴും ഇഷ്ടം വിവലിൻ്റെ അലോവേറയുടെ ഒരു സോപ്പുണ്ട്, ബ്ലൂ കളർ കവർ. അതാണ് എനിക്ക് ഏറ്റവും എപ്പോഴും ഇഷ്ടം. ഇത് പിന്നെ സന്തൂറിൻ്റെ ലെക്സിൻ്റെ ഈ ഒരു സോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഇച്ചാനെടുത്തതാ. എനിക്ക് സാൻഡലിൻ്റെ സ്മെല്ല് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് നല്ല സ്മെല്ലാ. ഇത് സാൻഡലാണെങ്കിലും വേറൊരു സ്മെല്ല. വാവ്, നല്ല മണമുണ്ട് കേട്ടോ. നിങ്ങൾ ഈ സന്തൂറിൻ്റെ ഈ ഒരു എഡിഷൻ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ വാങ്ങിച്ചു കേട്ടോ. ഇതൊക്കെ ഞാൻ ചോട്ടൂസ പാക്ക വാങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞില്ല എനിക്ക് സെയിം സ്മെല്ലൊക്കെ കണ്ടിന്യൂസ് എനിക്ക് ഇഷ്ടമല്ല. അപ്പം ഈ ആഴ്ച ഈ സോപ്പ് എടുക്കണമെങ്കിൽ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതെടുക്കും, പിന്നെയാണ് ഇത് എടുക്കുള്ളൂ. കണ്ടോ, ഞാൻ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും എപ്പോഴും. ഞാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂം ആണെങ്കിലും കുറച്ചധികം എണ്ണം വാങ്ങിച്ചു വയ്ക്കും, എന്നിട്ട് ഞാനിങ്ങനെ മാറി മാറി ഉപയോഗിക്കും. എല്ലാം എനിക്ക് എപ്പോഴും പറ്റില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ് അരിപ്പ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതിന് അരിപ്പ എന്ന് പറഞ്ഞാൽ അവിടെ പറയണത്, നിങ്ങളുടെ നാട്ടിൽ തന്നെ പറയണത് എനിക്കറിയില്ല. ഈ അരിപ്പയുണ്ടല്ലോ നിസ്സാര പൈസയുള്ളൂ, 10 രൂപയുള്ളൂ ഈ സാധനത്തിന്. ചില വീടുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ ചായ എടുക്കണ അരിപ്പയൊക്കെ കാണണം, കണ്ടാൽ ചായ കുടിക്കാൻ തോന്നൂല. 10 രൂപയുടെ സാധനം. നമ്മളത് പറ്റിയ മാസത്തിൽ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും മാറ്റാൻ ശ്രമിക്കണം. 10 രൂപയല്ലേ ഉള്ളൂ. ചൂട് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല. സ്റ്റീലിൻ്റെ ഇവിടെ ഉണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് നാരങ്ങ വെള്ളമൊക്കെ എടുക്കുമ്പോൾ അരിക്കണതാണ്. ഞാൻ ചായ നോർമലി അരിക്കാറില്ല ഇവിടെ. നമ്മൾ കട്ടൻ ചായയെ കുടിക്കാറ്, അല്ലെങ്കിൽ കട്ടൻ കാപ്പിയെ കുടിക്കാറ്. അപ്പോൾ അത് അരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ മാറ്റാൻ വേണ്ടിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചായ എടുക്കുമ്പോൾ ഓൾറെഡി ഇതിന് കറ പിടിക്കും. അപ്പം അത് 3 മാസം കൂടുമ്പോഴെങ്കിലും ഒരു 10 രൂപ നിങ്ങൾക്ക് ചിലവാക്കാമല്ലോ. മാറ്റി നമ്മൾ ഫ്രഷ് ആയിട്ടുള്ളത് ഉപയോഗിക്കുക. ഓക്കെ, ചൂട് പ്ലാസ്റ്റിക്കിൽ എടുക്കുന്ന അത്ര നല്ലതല്ല. പക്ഷെ നമ്മൾ പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്നത് ഇതിലാണ് ചായ ഇരിക്കുന്നത്. സോ ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം. വീട്ടിൽ ഇപ്പം അച്ഛനും അമ്മയും തന്നെ വാങ്ങണമെന്നില്ല. നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കണ്ണിൽ ശ്രദ്ധയിൽപ്പെടുവാണ്, ഇത് കളറൊക്കെ മങ്ങി മാറിയിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാം കേട്ടോ. 10 രൂപയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ റെഡ് കളർ നോക്കിയെടുത്തതാണ്. അടുത്തത് ടൂത്ത് പേസ്റ്റ്, കോൾഗേറ്റ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ വലിയൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത് കോൾഗേറ്റ് പേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഒരിടയ്ക്ക് ഞാൻ ഞങ്ങൾ ചെറിയ പാക്കറ്റാണ് വാങ്ങിക്കാറുള്ളൂ. 2 എണ്ണം വാങ്ങിക്കും. ഈ ചായൻ ഉപയോഗിക്കുന്നത് വേറെ, ഞാൻ ഇവിടുത്തെ ഉപയോഗിക്കുന്നത് 2 സ്ഥലത്തായിട്ട് ഇരിക്കുന്നത്. അപ്പം എനിക്കുള്ളത് ചെറുതാണ് വാങ്ങിക്കാറ്. അപ്പം ഞാൻ കുറേ നാൾ മുന്നേ ഒരു 3 മാസം മുന്നേ ഈ പേസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ബാഡ് സ്മെല്ല് എനിക്ക് ഫീൽ ചെയ്തു. തുറന്നു കഴിഞ്ഞപ്പോൾ പുതിയ പേസ്റ്റ് തുറന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു കെമിക്കൽ സ്മെല്ല് ഫീൽ ചെയ്തു. എന്നിട്ട് ഞാൻ അന്നത് ഉപയോഗിച്ചില്ല. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ അതിനോട് ഞാൻ ആയുർവേദിക് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് KP നമ്പൂതിരീസ് അങ്ങാണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു. KP നമ്പൂതിരീസ് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കവിളിൻ്റെ ഇവിടുത്തെ തൊലി പോയി. അപ്പോൾ അത് ഞാൻ നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ RCMൻ്റെ ഒരു പേസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ കുറേ നാൾ അതാ ഉപയോഗിക്കണേ. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ചേഞ്ച് വന്നു. നമ്മൾ വർഷങ്ങളായിട്ട് കോൾഗേറ്റ് യൂസ് ചെയ്തിട്ട് പെട്ടെന്നൊരു ചേഞ്ച് വരുത്തിയത് കൊണ്ടാണോ എനിക്ക് പ്രായമായതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ പല്ല് മഞ്ഞ കളറായി. അത്ര നാൾ എൻ്റെ പല്ലിൻ്റെ ഒരു കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ ചിരിക്കാനൊക്കെ ഭയങ്കര പറ്റും. എൻ്റെ ഇവിടുത്തെ ഈ പല്ലും ഈ സൈഡിലെ പല്ലൊക്കെ മഞ്ഞ കളറായിപ്പോയി. പെട്ടെന്നൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആയിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഇന്ന് പോയപ്പോൾ കോൾഗേറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി എൻ്റെ പ്രായത്തിൻ്റെ ആണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മൾ മാറ്റി ആയുർവേദിക് എന്നുള്ള രീതിയിലേക്ക് സാധനങ്ങൾ മാറ്റിയപ്പോഴാണ് എനിക്ക് ചേഞ്ച് വന്നത്. എനിക്കിപ്പോൾ 30 വയസ്സിന് മേളിലുണ്ട്. അപ്പം ഇത്രയും വർഷങ്ങളായിട്ട് ഞങ്ങൾ കോൾഗേറ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഇനി വെറുതെ റിസ്ക് എടുക്കണ്ടെന്ന് കരുതി കോൾഗേറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇനി മുതൽ കോൾഗേറ്റ് ആയിരിക്കും എൻ്റെ സ്മൈൽ പാർട്ട്ണർ. പിന്നെ ഞാൻ വാങ്ങിച്ചത് ബ്ലൂ ഹെവൻ്റെ ഒരു നെയിൽ പോളിഷാണേ. ഇത് സിൽവർ കളറാട്ടോ. സിൽവർ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ, ഇപ്പം നെയിൽസൊക്കെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടോ. ഇത് കളറിപ്പോൾ കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്
ഈ ഒരു കളറാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് നെയിലിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെൻറ്റുകൾ ചെയ്യും. അപ്പം ഇപ്പം ഞാൻ ഈ ഷെയ്ഡ് ഇട്ടേക്കുന്നത് ഇതിൻ്റെ അകത്തുണ്ട് ഗ്ലിറ്റർ ഇട്ടിട്ടുണ്ട്. ഞാൻ ഗ്ലിറ്ററുണ്ട്. അപ്പം ചില നെയിൽസിലൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പണിയും. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് കേട്ടോ ഇതിന് 30 രൂപയോ 40 രൂപ കണ്ടുള്ളൂ. അപ്പം നമ്മൾ നോർമൽ നെയിൽ കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അപ്ലൈ ചെയ്ത് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യണമെങ്കിൽ വെറൈറ്റി ആയിട്ട്. പിന്നെ വാങ്ങിച്ചത് ചീപ്പ്. ഇച്ചായന് ഇങ്ങനത്തെ ചീപ്പ് ഇഷ്ടമുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പോയപ്പോൾ ഇച്ചായനൊരു ചീപ്പ് വാങ്ങിച്ചു കൊടുത്തേ. അത് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് മുതൽ ഇങ്ങനത്തെ ചീപ്പ് ഉപയോഗിക്കണേ. ഇതിൻ്റെ അഡിക്ഷൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ? ചേട്ടന്മാർ, അനിയന്മാർ, അച്ഛൻ ആരെങ്കിലും ഇങ്ങനെ മറ്റേ ടൈപ്പ് ചീപ്പ് യൂസ് ചെയ്യില്ലേ? ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചീപ്പ്. ഞാൻ വാങ്ങിച്ചു കൊടുത്തത് വേറെ ഏതോ ഒരു മോഡലായിരുന്നു. ഇതിന് 4 രൂപ അങ്ങോട്ടുള്ളൂ. പണ്ട് എല്ലാവരുടെയും പോക്കറ്റിൽ സ്കൂളിൽ വരുമ്പോഴും ചെറിയ പിള്ളേരുടെ പോക്കറ്റിലൊക്കെ ഇത് കാണാറില്ലേ? പണ്ടൊന്നും ചെറിയ പിള്ളേർ ഉപയോഗിക്കാറില്ല. അത്യാവശ്യം ഒരു 7, 8 പഠിക്കുന്ന സമയത്താണ് ആണുങ്ങളുടെ കയ്യിൽ, ക്ലാസ്സിലെ പിള്ളേരുടെ കയ്യിൽ ഇങ്ങനത്തെ ചീപ്പ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ കയ്യിലും ഈ സാധനം ഉണ്ട്. ഇതുകൊണ്ടാണ് അവർ വരുന്നത്. ഇപ്പോഴേ മുതൽ അവർ ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ്. പണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഐറ്റം. ഇങ്ങനെയുള്ള ചീപ്പുകൾ കാണുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരന്മാരെയോ കൂട്ടുകാരികളോ ഇങ്ങനത്തെ ഉപയോഗിക്കാറില്ലല്ലോ. ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യണേ. പിന്നെ ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട് വാങ്ങിച്ച വേറൊരു സാധനം എന്ന് പറയുന്നത് കൊണ്ടാട്ടം മുളകാണ്. ഇതിങ്ങനെ മുളക് വറുത്തിട്ട് കഴിക്കൂലേ? എനിക്കിതിങ്ങനെ നല്ല പുളിയില്ലാത്ത തൈരിൻ്റെ കൂടെ കുറച്ച് കാന്താരി മുളക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഈ മുളക് വറുത്തതും കൂടി കൂട്ടി ഇങ്ങനെ കഴിക്കാൻ സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഐറ്റം. ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ച. ഇച്ചായനത് അങ്ങനെ കഴിക്കാറില്ല. നമ്മൾ പർച്ചേസിങ് നടത്തുമ്പോൾ നമുക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. വീട്ടമ്മമാർ സാധാരണ ചെയ്യണതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ ഇഷ്ടം, ഭർത്താവിൻ്റെ ഇഷ്ടം, അമ്മായിയമ്മയുടെ ഇഷ്ടം, അമ്മായച്ചൻ്റെ ഇഷ്ടം, അങ്ങനെയൊക്കെ പോകും. പക്ഷെ നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുക. അത് നമുക്കൊരു സന്തോഷം തരും. അതിങ്ങനെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഐസ്ക്രീം ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു മിഠായി ആയിരിക്കും. അതൊക്കെ വാങ്ങിച്ച് കഴിക്കുക. നമുക്ക് വേണ്ടിയിട്ട് ആരും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ നമ്മളങ്ങോട്ട് വാങ്ങിക്കുക. ഈ സാധനം അങ്ങനെ കഴിക്കാൻ കൊള്ളില്ല, പക്ഷെ ഞാൻ കുറേ കാലം കൂടിയിട്ട് വാങ്ങിക്കണേ കേട്ടോ. ഇത് കേർഡ് ചില്ലി. ഓക്കെ, നെക്സ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ എനിക്കിപ്പോൾ ചെറിയ ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. പ്രായം കൂടി വരുവാണ്. അപ്പം നമ്മളുടെ ആരോഗ്യം നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ കണ്ട ഒരു സംഭവമാണ് കറിവേപ്പില. നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും നല്ലതാണ്. പക്ഷെ നമ്മൾ എപ്പോഴും അത് കഴിക്കൂലല്ലോ. അത് നമ്മളൊരു ചമ്മന്തിപ്പൊടി പോലെ ആക്കി സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ചോറുണ്ണുമ്പോൾ ഒരു സ്പൂൺ അതിലേക്ക് ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ അത് സെറ്റായി. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മസൂർ ദാൽ, ഈ പരിപ്പില്ലേ, റോസ് കളർ, ഈ പരിപ്പും പിന്നെ കുറച്ച് പൊട്ടുകടല വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടുകടല അല്ലെങ്കിൽ ഞാൻ വാങ്ങിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. ഇതും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മുതിരയില്ലേ, മുതിരയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും പിന്നെ ഉഴുന്ന്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ചേർത്തിട്ടാണ് ഇതെല്ലാം കൂടി വറുത്തിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഒന്നെങ്കിൽ കറിവേപ്പില നന്നായിട്ട് ഉണക്കിയെടുക്കുക. മീൻസ് ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. എണ്ണയൊന്നും വേണ്ട, വെറുതെ ചൂടാക്കി അതൊന്ന് ഉണക്കിയെടുക്കാം. അതല്ലെങ്കിൽ മുരിങ്ങയുടെ ഇല, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഈ സാധനങ്ങളുടെ എല്ലാം കൂട്ടത്തിലിട്ട് വറുത്തിട്ട് പൊടിച്ച് നമ്മൾ ചോറിനുമ്പോൾ ഒന്നെങ്കിൽ നെയ്യുടെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടെ വെറുതെ ഇട്ടിട്ടാണെങ്കിലും കഴിക്കാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. ചിയാ സീഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ, വേണമെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ ഞാൻ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഐറ്റംസാണ് ഈ 3 എണ്ണം. മുതിര പിന്നെ നമുക്ക് കായയുടെ കൂടെ കറി വെക്കാം, മുതിര ഒലത്തി കഴിക്കാം. അപ്പം എന്തിനു വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ഇത് മുഴുവനും ഒന്നും കൊടുക്കില്ല കേട്ടോ, കുറച്ചുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടാക്കാമല്ലോ. പിന്നെ ഇത് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ അടിപൊളി സാധനം കേട്ടോ ഈ പരിപ്പ്. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് പിന്നെ എനിക്ക് എങ്ങനെ കഴിക്കാനും ഇഷ്ടമാണ്. പൊട്ടുകടല പിന്നെ എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഇത് 3 എണ്ണം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചേനാ കേട്ടോ. പിന്നെ
വാങ്ങിച്ച സാധനം ഇത് കപ്പലണ്ടി. ഈ കപ്പലണ്ടി ഞങ്ങൾ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ച കേട്ടോ. അപ്പോൾ സാലഡ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലണ്ടി, ഇത് നിലക്കടല എന്നല്ലേ പറയണേ? നിലക്കടല, ഞാൻ കപ്പലണ്ടി എന്നാ പറയാറ്. ഇത് നമ്മൾ ആവിയിൽ വേവിക്കുക. ആവിയിൽ വേവിച്ചെടുത്തിട്ട് ഇത് ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്തേക്ക് തക്കാളി, കുക്കുംബർ, ഇഷ്ടമുണ്ടെങ്കിൽ സവാള ആഡ് ചെയ്യാം. ഞാൻ സവാള ആഡ് ചെയ്യാറില്ല. പിന്നെ കുറച്ച് ഉപ്പ്, കുരുമുളക്, നാരങ്ങ നീര് എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാത്രി ആണ് ഞങ്ങൾ കഴിക്കാറുള്ളത് കേട്ടോ. രാത്രിയിലത്തെ സാലഡിനാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. വളരെ കുറച്ചെടുത്താൽ മതി. ഇത് ഇപ്പം ഈ രാത്രി അധികം വിശപ്പുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടത്? ചോറ് എന്തായാലും ഒഴിവാക്കണം. അങ്ങനെ ചോറ് ഒഴിവാക്കുമ്പോൾ വയറ് നിറയാൻ വേണ്ടിയിട്ട് കഴിക്കാൻ പറ്റിയ കിഡിലെ സാധനമാണ് കേട്ടോ ഇത്. ഈ കപ്പലണ്ടി ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കുറേ നേരം ചവയ്ക്കേണ്ടി വരും. ഇത് ആവിയിൽ പുഴുങ്ങിയത് കൊണ്ട് തന്നെ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ചവയ്ക്കണം കഴിക്കാൻ നേരത്തെ. അപ്പോൾ പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ നിങ്ങൾക്ക് നൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സാലഡിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ഇത് നല്ലൊരു ഐറ്റമാണ്. നിങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം. ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഇത്. ഇത് കഴിച്ചു തുടങ്ങിയ പിന്നെ എൻ്റെ വയറൊക്കെ നല്ല സൂപ്പറായിട്ട് ഒരു ഗ്യാസ് ഒന്നും കയറാതെ നല്ലൊരു ഫ്രീ ആയിട്ട് ഒരു എന്താ പറയുക നല്ലൊരു ഫീലുണ്ട് ഇത് കഴിച്ച് തുടങ്ങിയതിന് ശേഷം. പിന്നെ ഇത് എന്ത് സാധനം കണ്ടിന്യൂസ് അങ്ങോട്ട് കഴിക്കണ്ട. പല പല റെസിപ്പികൾ മാറി മാറി ട്രൈ ചെയ്യുക. ഞങ്ങൾ രാത്രി ചോറ് അധികം അങ്ങനെ കഴിക്കാറില്ല, സാലഡ്സാണ് കഴിക്കാറ്. അതിൽ ഒരു റെസിപ്പിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് 43 രൂപയാണ്. നിങ്ങൾക്ക് ഈ കപ്പലണ്ടി കഴിക്കുന്നത് വൈകുന്നേരങ്ങളിൽ മറ്റേ നാൽക്കവലയിലൊക്കെ ജംഗ്ഷനിലൊക്കെ കപ്പലണ്ടി വറുത്ത് കിട്ടൂലേ 10 രൂപയ്ക്ക്, ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചാലും മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനം. നമ്മളല്ലാതെ കഴിക്കുന്ന ലെയ്സ്, കുറുക്കറെ പോലുള്ള സാധനങ്ങൾ കഴിക്കുന്നതിന് പകരം വീട്ടിലേക്ക് അച്ഛൻ പുറത്തേക്ക് വൈകുന്നേരം ആരെങ്കിലും പോകണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുക. അതൊരു ശീലമാക്കുക. ഡെയിലി കപ്പലണ്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് ആഴ്ചയിൽ 2 ശനിയാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുക. ലേസൊക്കെ ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുക. ഓക്കെ, പിന്നെ ഞാൻ വാങ്ങിച്ചൊരു സാധനം എന്ന് പറയുന്നത് റാഗിയുടെ പൊടിയാണ് കേട്ടോ. റാഗി പുട്ടുപൊടിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് PV മാർട്ടുകാരുടെ സ്പെഷ്യൽ പൊടിയാണ്. റാഗിയൊക്കെ നമുക്ക് എപ്പോഴും നല്ലതാണല്ലോ. ഇപ്പോഴത്തെ ഒരു കുറച്ച് നാളുകളായിട്ട് ഇപ്പം ഹെൽത്തി ഫുഡിനോടൊരു ആകർഷണം തോന്നിയിട്ട് ഇപ്പം ആ രീതിയിലാണ് പോണേ. റാഗി സ്റ്റിക്ക് പുട്ടുപൊടി അവിടെ ഉണ്ട്. പുട്ടുപൊടിയല്ല, സ്റ്റിക്ക്. അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. ഒരു 2 വർഷം മുന്നേ കണ്ട് അത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പം റാഗിയുടെ പുട്ടുപൊടിയായിട്ടുള്ളത്. മറ്റേത് സ്റ്റിക്കല്ലായിരുന്നോ, ഇത് പൊടി. ടേസ്റ്റ് കുഴപ്പമില്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾക്ക് ഭയങ്കരമായ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ തേങ്ങ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാരറ്റോ ബീട്രൂട്ടോ അങ്ങനെയുള്ള സാധനങ്ങൾ, ചീരയൊക്കെ ഇത് പുട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. എന്തെങ്കിലും വെറൈറ്റി ഉള്ള ടേസ്റ്റുകളൊക്കെ സെറ്റ് ചെയ്യാമല്ലോ. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇനി സാധാരണ ആളുകൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. പരിപ്പ്. ഈ പരിപ്പും നമ്മൾ ആദ്യം പറഞ്ഞ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കില്ലേ, അതിൻ്റെ കൂടെ യൂസ് ചെയ്യും കേട്ടോ. ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ പരിപ്പ്, ഇത് സാമ്പാർ പരിപ്പാണ്. സാമ്പാറും വെക്കാം. പിന്നെ പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചായന് ഇഷ്ടമല്ല. അപ്പോൾ ചിലപ്പോൾ ഞാൻ പരിപ്പ് കറി വെക്കും. പരിപ്പ് നന്നായിട്ട് കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് അപ്പോൾ നല്ല കുറുകിയിരിക്കും. അത് കുറച്ച് കടുകൊക്കെ പൊട്ടിച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കടുക് വറുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പറ്റിയാൽ മുരിങ്ങയിലയും കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും. മുരിങ്ങയില ഈ കടുക് വറുക്കുന്ന സമയത്ത് മുരിങ്ങയില ഇട്ടിട്ട് അത് വേവിച്ചിട്ട് ഈ പരിപ്പ് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല നെയ്യ് വെള്ളം ഒഴിച്ച് കുറച്ച് കുരുമുളക് ചതച്ചിടുക. പൊടിയാക്കരുത്, ചതച്ചിടുക. സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തി, പിന്നെ ദോശ, എന്തിൻ്റെ കൂടെ എവിടെയെങ്കിലും കഴിക്കാം. അടിപൊളിയാണ്. അപ്പം അതിനാണ് പരിപ്പ് വാങ്ങിച്ചിട്ടുള്ളത്. ഇപ്പം സാമ്പാർ വയ്ക്കാനായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. നോക്കാം എന്തിനാണ് വന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്, ഞാൻ പാൽ ചായ അങ്ങനെ കുടിക്കാറില്ല. പാല് കുടിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് വയറുവേദന വരുന്നതുകൊണ്ട് പാല് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കാറില്ല. അതെന്താണെന്ന് അറിയില്ല. ഒരു ഇടയ്ക്ക് എനിക്കിങ്ങനെ വയറുവേദന വന്നു. പിന്നെ ചില സമയത്ത് പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇൻ കേസ് വീട്ടിലിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും പാൽ ചായ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ
കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എവരിഡേയുടെ പാൽപ്പൊടി വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ബൂസ്റ്റും വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്നും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളല്ല, ഇതൊന്നും ഞാൻ നിങ്ങളോട് ഉപയോഗിക്കണമെന്ന് പറയില്ല. പക്ഷെ ഇടയ്ക്ക് വല്ല കാലത്തും ഒന്ന് കുടിക്കണമെന്ന് തോന്നിയാൽ മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുള്ള സാധനം. ഡെയിലി ഇത് ഉപയോഗിക്കാറില്ല, പാല് ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. പിന്നെ ഉപയോഗിക്കുന്നത് ഈ പാലുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ആകെ തൈര് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്കി മിസ്റ്റിൻ്റെ പുളിയില്ലാത്ത തൈരില്ലേ, അതിഷ്ടമാണ്. അത് വെറുതെ ഇങ്ങനെ കഴിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ അതല്ലെങ്കിൽ ഇപ്പോൾ ഈ ചായ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചോളൂ മിൽമയുടെ കട്ടിത്തൈരും നല്ലതാണ്. വലിയ പുളിയൊന്നുമില്ല. നമുക്ക് വയറിന് പ്രശ്നമുള്ള ആളുകൾ തൈര് കഴിക്കാനായിട്ട് ശ്രമിക്കുക. തൈര് വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണ്. രാത്രി ചോറൊക്കെ കൊണ്ടുമ്പോൾ ചൂടോടെ കൊണ്ടുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് നല്ല, വെറുതെ കഴിച്ചാലും നല്ലതാണ്. വയറ് സെറ്റാവും. വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നല്ല ബാക്ടീരിയ ഉണ്ടാവാനായിട്ട് നല്ലതാണ്. ഓക്കെ, അപ്പം ഇതെനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചാട്ടോ. ഈ ചൈന ഇത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇതെനിക്ക് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇങ്ങനത്തെ സാധനങ്ങളാണ്. ചെറുപയർ മുളപ്പിക്കും. ഞാൻ എല്ലാം കൂടി വെള്ളത്തിലിടും. മൊത്തത്തിൽ വെള്ളത്തിലിട്ടിട്ട് നാളെ കുറച്ചെടുക്കും. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അപ്പോൾ ഇത് മുളച്ച് കിട്ടും. ചെറുതായിട്ട് മുളച്ച് വരുമ്പോൾ അതിന് ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലാണ്. ഇങ്ങനെ കഴിക്കുന്നതിനേക്കാളും മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചത് കുറച്ച് കായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കായയുടെ കൂടെ വെള്ളപ്പയറിട്ടിട്ട് തോരൻ വെച്ചെടുക്കാനാ നല്ല ടേസ്റ്റാണ്. ഇത് വെറുതെ തോരൻ വെച്ചാലും എനിക്കിഷ്ടമാണ്. നമ്മുടെ വാഴക്കൂമ്പിൻ്റെ കൂടെ ഈ പയറിട്ട് തോരൻ വെച്ചാൽ സൂപ്പർ. അപ്പം പിന്നെ ഇവിടുത്തെ കറികളൊന്നും സാധാരണ ആളുകൾ ഉണ്ടാക്കുന്ന കറികളൊന്നും അല്ല കേട്ടോ. പേരൊന്നും ഇല്ലാത്ത കറികളായിരിക്കും. ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടോ അത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കറി ഉണ്ടാക്കും. അപ്പം അതിനൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ വാങ്ങിച്ചത്. പിന്നെ ഇതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായതുകൊണ്ടും കഴിക്കണം. ഇന്നിപ്പോൾ ഇത് രണ്ട് മാത്രമേ വാങ്ങിച്ചുള്ളൂ. അല്ലെങ്കിൽ ഗ്രീൻ പീസ് വാങ്ങിക്കാറുണ്ട്. വെള്ളക്കടലല്ലേ, അതിന് വെള്ളക്കടല ഭയങ്കര ഇഷ്ടമാണ്. കടല വാങ്ങിക്കാറുണ്ട്. പിന്നെ എല്ലാം കൂടി ഇന്ന് വാങ്ങിക്കണ്ടല്ലോ എന്ന് കരുതി പിന്നെ ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് പോയതല്ല. ഇത് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് പോയി വാങ്ങിച്ച സാധനങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് വിം ലിക്വിഡാണ് കേട്ടോ. ഇത് ഇച്ചിരി അധികം ചിലവാണ് എനിക്ക് നല്ലോണം ഇങ്ങനെ പതഞ്ഞ് വരണം. പാത്രത്തിലൊക്കെ നല്ലോണം പതയായാലാണ് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പം ഞാനിതിങ്ങനെ ഫില്ല് ചെയ്ത് നോക്കി. ഇത് തീർന്നിട്ടില്ല, കുറച്ചും കൂടി ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ ഈ സാധനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിച്ച് വെച്ചുകൊണ്ടിരിക്കുക. കാരണം ഇത് തീർന്നു കഴിഞ്ഞിട്ട് പിന്നെ അന്നേരം പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സ്റ്റോക്ക് വെച്ചേക്കും എപ്പോഴും. ഇതിനിപ്പോൾ 15 രൂപയുള്ളൂ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇതൊരു പകുതി ആകുമ്പോഴത്തേക്കും ഞാൻ പുതിയത് വാങ്ങിച്ചു വയ്ക്കും. 15 രൂപയല്ലേ ഉള്ളൂ. പിന്നെ ഓൾറെഡി ഞാൻ പണ്ട് വാങ്ങിച്ചൊരു ബോട്ടിൽ ഇത് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. ഇവിടുത്തെ ഹാൻഡ് വാഷുകളൊക്കെ ആണെങ്കിലും ഞാൻ ഫസ്റ്റ് ഒരു പ്രാവശ്യം വാങ്ങിച്ച ഹാൻഡ് വാഷിൻ്റെ ബോട്ടിൽ വീണ്ടും റീഫില്ല് ചെയ്യുക. ഇതുപോലത്തെ പാക്കറ്റ് നമുക്ക് ഹാൻഡ് വാഷ് ആണെങ്കിലും വാങ്ങാൻ കിട്ടും. അത് ഭയങ്കര ലാഭം. 90 രൂപയും കണ്ടുള്ളൂ. ഒത്തിരി നാൾ യൂസ് ചെയ്യാം. അപ്പം ഞാൻ എല്ലായിടത്തേക്കും ഒരേ സാധനം തന്നെ ഉപയോഗിക്കണേ. ഇതല്ല കേട്ടോ, ഇത് പാത്രം കഴുകണതാ മറ്റത്. അല്ലാതെ നമ്മൾ ബോട്ടിൽ വാങ്ങേണ്ട കാര്യമില്ല, അത് നഷ്ടമാണ്. റീഫില്ല് ചെയ്യാനുള്ള പാക്കുകൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. അത് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അടുക്കളയിൽ ഒഴിച്ച് വെക്കുന്നത് കുറച്ചൊന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് വെക്കുക. ഹാൻഡ് വാഷ് അടുക്കളയിലും ഹാൻഡ് വാഷ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കാരണം അവിടുത്തെ പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കൈ കഴുകിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങി വരാറുള്ളത്. അപ്പോൾ അവിടുത്തത് നല്ല കട്ടിക്ക് വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ കയ്യിൽ നിന്ന് അത് പോകില്ല. അപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ പോവുകയാണെങ്കിൽ പിന്നെ അത് നമ്മുടെ അകത്തേക്ക് പോകില്ലേ. അതുകൊണ്ട് നോർമൽ ഹാൻഡ് വാഷ് ഒക്കെയാണ് വാഷ് ബേസിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത്. അടുക്കളയിൽ മാത്രം അത് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഐറ്റം ഇതാണ്. പിന്നെ ഒട്ടും കൊള്ളൂല്ലാത്തതും എന്നാൽ ഇവിടെ അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് പഞ്ചസാര. പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഈ വർഷം സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ ബ്രൗൺ ഷുഗർ യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ബ്രൗൺ ഷുഗർ ടേസ്റ്റ് വേറെയാണ്, ഇഷ്ടപ്പെടില്ല എല്ലാവർക്കും. ഞങ്ങളത് പക്ഷേ വാങ്ങിച്ചത് കൊണ്ട് അത് ഉപയോഗിച്ച് നോക്കി. പിന്നെ ഇപ്പം ഞാനിപ്പോൾ ചായ കുടിക്കൽ രാവിലെ കുറവാണ്. പണ്ട് ഞാൻ എന്നും രാവിലെ എനിക്കൊരു കട്ടൻ ചായ നിർബന്ധമായിരുന്നു. അതുണ്ടെങ്കിലാണ് ഒരു ഉഷാറ് വരുള്ളൂ. ഇപ്പം ഞാൻ ചെയ്യുന്നത് കറുത്ത മുന്തിരിയില്ലേ, കറുത്ത മുന്തിരി 5 എണ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് വെക്കും. രാവിലെ എണീക്കണ വഴി ആ മുന്തിരി ഇട്ട് വെച്ച വെള്ളവും കൂടി കുടിക്കും. അതാണ് ഇപ്പോഴത്തെ രാവിലത്തെ എൻ്റെ റൊട്ടീൻ. നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും നല്ലൊരു എനർജി കിട്ടാനൊക്കെ നല്ലതാണ്. ഈ പഞ്ചസാര കഴിക്കുന്നതിലും നല്ലതാണല്ലോ. മുന്തിരിയിലൊക്കെ വിഷം ഉണ്ടാവും, എന്നാലും ഈ വിഷം കഴിക്കണ്ടല്ലോ. ബ്ലഡ് കുറവ് ഉള്ളവർക്കൊക്കെ നല്ലൊരു കാര്യം കേട്ടോ.
അപ്പോൾ പഞ്ചസാര പിന്നെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കണം. പിന്നെ മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ എൻ്റെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ എൻ്റെ 1-2 കറികൾക്കും പഞ്ചസാര അത്യാവശ്യമാണ്. അതുകൊണ്ട് പഞ്ചസാര ഇത് എത്രത്തോളം ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഹെൽത്തി ആവും. നമ്മളുടെ ക്ഷീണം കുറയും, മുടി പൊഴിച്ചിൽ കുറയും, എന്താ പറയുക, ഒരു എനർജി ഉണ്ടാവും. അപ്പം നമ്മൾ ചായക്ക് പകരം എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ചായ കുടിക്കുന്ന ആൾക്കാർ ഓരോ ദിവസവും ചൂടുവെള്ളത്തിൽ ഒരു ദിവസം ജീരകം, ഒരു ദിവസം പെരിഞ്ജീരകം, ഒരു ദിവസം കറുവപ്പട്ട, ഒരു ദിവസം ഉലുവ, അങ്ങനെ മാറി മാറി ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ വളരെ നല്ലതാണ്. ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ളതാണ്. പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ് നല്ലതാണ്, ശംഖുപുഷ്പത്തിൻ്റെ പൂവ് നല്ലതാണ്. അതൊക്കെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒരു ഗ്ലാസ് രാവിലെ തന്നെ അത് കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ പനിക്കൂർക്കയുടെ ഇല, തുളസി ഇല ഓരോ ദിവസം അങ്ങനെ മാറി മാറി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പഞ്ചസാരയുടെ ഉപയോഗം കുറയും. വെറൈറ്റി ടേസ്റ്റുകളായതുകൊണ്ട് തന്നെ നമുക്കത് മടുക്കുകയില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ട് സാധനങ്ങളൊക്കെ മാറ്റി ട്രൈ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹമുള്ളവർ ആ രീതിയിലേക്ക് മാറുക. ഞാനിങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. ഇപ്പം ഞാൻ ഈ കറുത്ത മുന്തിരിയിൽ പോകുന്നതുകൊണ്ട് ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ വയറിനുണ്ടാകുന്ന ഗ്യാസ്, പുളിച്ചിതകെട്ടലൊക്കെ നല്ല കുറവുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മൾ പിന്നെ ചിയാ സീഡ് കഴിക്കുന്നതൊക്കെ നല്ലതാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി 100 ഗ്രാമൊക്കെ വാങ്ങിച്ചു വെക്കുക, എന്നിട്ട് 1 സ്പൂണൊക്കെ ഇട്ട് അങ്ങനെ കഴിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇപ്പം എല്ലാവർക്കും എല്ലാം വാങ്ങിക്കാൻ പറ്റണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നാലാണ് നമുക്ക് തന്നെ മെച്ചം. നമുക്കുടെ ആരോഗ്യം നമ്മൾക്കാണ് ഗുണം. നമുക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെടണം, നമ്മളും കഷ്ടപ്പെടണം. ജോലിക്ക് പോകാൻ പറ്റാണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അതിനനുസരിച്ചുള്ള ഭക്ഷണം കഴിക്കുക. ചോറൊക്കെ മാക്സിമം ഒഴിവാക്കുക. ഞാനൊക്കെ രാത്രി വൈകുന്നേരം ചോറ് ഒഴിവാക്കിയിട്ടൊരു 3-4 കൊല്ലത്തിന് മേളിലായി. പക്ഷെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പോൾ മന്തിയോ ബിരിയാണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും വല്ലപ്പോഴും. പക്ഷെ കൂടുതലും ഞങ്ങൾ സാലഡ്സാണ് യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഈ ഒരു റൂട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ചോറ് ഒഴിവാക്കി വൈകുന്നേരം സാലഡ് കഴിക്കും. ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും വിശപ്പങ്ങ് തുടങ്ങും. പിന്നെ പോയി എന്തെങ്കിലും ചിപ്സ് കഴിക്കും. അങ്ങനെയായിരുന്നു തുടക്കത്തിലൊക്കെ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുക്കുംബറും ക്യാപ്സിക്കും കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ വാട്ടർ കണ്ടന്റ് കൂടുതൽ ചെല്ലുമ്പോൾ നമുക്ക് വിശപ്പ് തോന്നൂല. അങ്ങനെ ഓരോ ട്രിക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ ആ റൊട്ടീൻ ഓക്കെയാണ്. രാത്രി ചോറെന്നുള്ള സാധനം ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഓക്കെയാണ്. അപ്പം ഞങ്ങൾ സാലഡുകളാണ് കൂടുതൽ കഴിക്കുന്നത്. പല സാലഡിൻ്റെ റെസിപ്പി ഓൾറെഡി ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം, കുക്കുംബർ, തക്കാളി, നാരങ്ങനീരും, നമ്മളുടെ നാരങ്ങനീര്, ഉപ്പ്, കുരുമുളക് പൊടി, ഇത് മസ്റ്റാണ്. അതും പിന്നെ ഈ കുക്കുംബറിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യുക. കുക്കുംബർ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ നടുക്കലത്തെ ആ ഒരു പോർഷനില്ലേ, അതിൻ്റെ സീഡ് വരുന്നത്, അത് ഒഴിവാക്കിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. നമ്മുടെ നാട്ടിലത്തെ കുക്കുംബറൊക്കെ നല്ല മൂത്തതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ അകത്തെ ആ ഒരു സീഡ്. അപ്പോൾ അത് നമ്മുടെ അകത്ത് ചെല്ലണത് അത്ര നല്ലതല്ല. പിന്നെ കുക്കുംബർ അധികമായിട്ട് യൂസ് ചെയ്താലും ചിലപ്പോൾ ചിലർക്ക് കിഡ്നി സ്റ്റോണൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുക്കുംബറിന് പകരം ക്യാപ്സിക്കം അല്ലെങ്കിൽ വാട്ടർ കണ്ടന്റുള്ള വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം എന്നാണെങ്കിൽ ക്യാപ്സിക്കം നല്ല അടിപൊളി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ സാലഡുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ക്യാപ്സിക്കം കൂടി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി കുറച്ച് പൊടികളാണ്. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഞങ്ങൾ ഡയറക്റ്റ് പൊടിക്കുന്ന ഇതിൽ നിന്നാട്ടോ വാങ്ങിക്കാറുള്ളൂ. പാക്കറ്റുകൾ അങ്ങനെ അധികം വാങ്ങിക്കാറില്ല. ഇതിപ്പോൾ ഈ PV മാർട്ടുകാർ തന്നെ അവർ തന്നെ പൊടിച്ചെടുക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇത്. പിന്നെ എനിക്ക് അത്യാവശ്യമുള്ളത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഇടയ്ക്ക് സാമ്പാർ ഉണ്ടാക്കും, അന്നേരം ഉപയോഗിക്കും. പിന്നെ ഞാൻ വാങ്ങുന്ന ഒരു സംഭവമാണ് കടലക്കറി മസാല. ഈ കടലക്കറി മസാലയും കൊണ്ട് തന്നെ എനിക്ക് ഈ മീറ്റ് മസാല ഉപയോഗിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഗരം മസാല ഉപയോഗിക്കുന്നതിൻ്റെ സ്ഥലത്തൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കും. അപ്പോൾ കടലക്കറിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ വെജിറ്റബിൾ ആണുള്ളത്, അപ്പോൾ അതാണ് കറി വെക്കണമെങ്കിലും ഈ പൊടി ഇടും. അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ കടലക്കറി മസാലയും ഇടയ്ക്ക് വാങ്ങിച്ച് വെക്കാറുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്നൊന്നുമില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഡെയിലി ഉപയോഗിക്കും. പിന്നെ ഉപ്പ്, വെളിച്ചെണ്ണ, ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. ഇതൊക്കെ ഇടയ്ക്ക് മാത്രമായിട്ടോ ഉപയോഗിക്കുള്ളൂ. പിന്നെ ഉപയോഗിക്കുന്നത് കടുക്, ഉലുവ, ജീരകം. ഉലുവയും ജീരകവും എനിക്ക് ഭയങ്കരമായിട്ട് ഉപയോഗം വന്ന
സാധനങ്ങളാണ്. മിക്കവാറും ഞാൻ കടലക്കറിയിലൊക്കെ ജീരകം ഇടും, തേങ്ങ അരയ്ക്കുമ്പോൾ ജീരകം ഇടും, വെജിറ്റബിൾ കറിയിലാണെങ്കിലും ജീരകം ഇടും. ജീരകം എപ്പോഴും നമുക്ക് നല്ലതാണ്, നമ്മുടെ ഡൈജഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ജീരകമില്ലാത്ത കറി എനിക്ക് വളരെ കുറവാണ്. മോര് കറിയിലൊക്കെ നല്ലതായിട്ട് ജീരകം ഇടും, വെളുത്തുള്ളിയും ജീരകവും കുറേയും ചേർക്കും ഞാൻ. പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും വെജിറ്റബിൾ കറികളാണ് കൂടുതൽ ഉണ്ടാക്കണമെങ്കിലും ജീരകം ഞാൻ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തും, വെളുത്തുള്ളി. അപ്പം അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഷോപ്പിംഗ്. പിന്നെ അരി ഞങ്ങൾ ഉപയോഗിക്കുന്നത് മിക്കവാറും മദേഴ്സിൻ്റെ അരിയാണ് ഉപയോഗിക്കാറ്. അപ്പം ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ഈ കാണുന്നത് എല്ലാമാണ്. എന്തിനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെറുതെ ഇങ്ങനെ ഷോപ്പിംഗ് വ്ളോഗൊക്കെ കാണാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് 1, 2 ചിലർക്ക് എൻ്റെ സംസാരം ഇഷ്ടമാണ്, അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്തത്. 3, ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് വെറുതെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഇങ്ങനെയൊന്നും വാങ്ങാൻ പറ്റണമെന്നൊന്നുമില്ല. ഒരു എല്ലാ ദിവസവും 3 നേരം ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കാൻ പോലും പറ്റാത്ത ആളുകൾ നമ്മളുടെ ചുറ്റുമുണ്ട്. പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാം, പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം. ഇതെല്ലാം കാണിച്ചിട്ട് ഇത് ഞങ്ങൾ ഭയങ്കര ലാവിഷായിട്ടാണ് ജീവിക്കണേന്ന് കാണിക്കാനൊന്നും അല്ല. വെറുതെ നമ്മൾ പോയി സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ ഐറ്റംസ്, ഇപ്പോൾ ഈ കംഫർട്ടിൻ്റെ കാര്യം പോലും പലർക്കും അറിയാത്തവരുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പോലും ചിലപ്പോൾ ഈ കംഫർട്ട് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ സ്പ്രേ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ പെർഫ്യൂം വാങ്ങിച്ച് പൈസ കളയുന്നതിനേക്കാളും കംഫർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും ഡ്രസ്സിന് ഒരേ സ്മെല്ലായിരിക്കും. പിന്നെ സ്കൂളിൽ പോണ കുട്ടികൾക്കാണെങ്കിലൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഞാൻ ചില ദിവസങ്ങളിൽ വീഡിയോ ഇടുമ്പോഴാണ് എൻ്റെ അടുത്ത് ചോദിക്കും, അയ്യോ ഇങ്ങനൊരു സാധനം ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ. അപ്പം മറ്റുള്ളവർക്ക് ഏതെങ്കിലും സാധനങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് കേട്ടോ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇനിയും ഇതുപോലെ ചെയ്യാം. പിന്നെ സാലഡിൻ്റെ റെസിപ്പി വേണമെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ ഞാൻ പറഞ്ഞ ചമ്മന്തിപ്പൊടിയുടെ വീഡിയോ ഇല്ലേ, അത് പറ്റിയാൽ ഞാൻ ചെയ്യാം. ഞാൻ അല്ലെങ്കിൽ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് റെസിപ്പി ഷെയർ ചെയ്യാം കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ, പ്രത്യേകിച്ച് നിങ്ങളാരും കമൻറ്റൊന്നും ചെയ്യാറില്ല, എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ.